Hi dears, this is the last video for the chapter Hire Purchase and Installment System. Okay, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? കംപ്ലീറ്റ് റീപൊസിഷൻ എന്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പാർഷ്യൽ റീപൊസിഷൻ എന്താ, അതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററോടെ എൻഡ് ചെയ്യാണ്. സോ പാർഷ്യൽ റീപൊസിഷൻ എന്താ? ഹയർ പർച്ചേസർ, ഹയർ വെൻഡർ, രണ്ട് പാർട്ടികളാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലുള്ളത്. ഹയർ പർച്ചേസർ ഹയർ വെൻഡർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി ഒരു ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കണില്ല, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയണത്? ഡിഫോൾട്ട് എന്ന് പറയണത്. ഹയർ പർച്ചേസർ എന്ത് കമ്മിറ്റ് ചെയ്തു? ഡിഫോൾട്ട് കമ്മിറ്റ് ചെയ്തു. സോ ഹയർ വെൻഡർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഹി ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ബാക്ക് ദ ഗുഡ്സ്. അയാൾ വിറ്റ അസറ്റ് അല്ലെങ്കിൽ ഗുഡ്സിനെ ടേക്ക് ബാക്ക് ചെയ്യാൻ, അതിനെ റീപ്രോസസ് ചെയ്യാൻ, തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഹയർ വെൻഡർക്കുണ്ട്. സോ ഹയർ വെൻഡർക്ക് ഇറ്റ് മേ ബി കംപ്ലീറ്റ് റീപൊസിഷൻ ഓർ പാർഷ്യൽ റീപൊസിഷൻ. സോ കംപ്ലീറ്റ് റീപൊസിഷനിൽ എന്താണ്? മുഴുവനായിട്ടും തിരിച്ചെടുക്കുന്നു. പാർഷ്യൽ റീപൊസിഷനിൽ അതിൻ്റെ കുറച്ച് ഭാഗം തിരിച്ചെടുക്കുന്നു. ബാക്കി ആരുടെ കയ്യിൽ തന്നെയാണ്? ഹയർ പർച്ചേസറുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം നോക്കാം. പ്രോബ്ലം എന്താണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? അതിന് ആൻസർ ചെയ്യാം. യെസ്, ദ പ്രോബ്ലം പി പർച്ചേസ്ഡ് 4 cars ഓഫ് ₹14,000. 4 കാറുകളാണ് പി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു കാറിന് എത്ര രൂപയാണ്? 14,000 രൂപ. ദെൻ ആ 4 കാറിനും കൂടി എത്ര രൂപയാണ് അയാൾ പേ ചെയ്യുന്നത്? 60,000. 60,000 രൂപയാണ് അയാൾ 4 കാറിനും കൂടി പേ ചെയ്യുന്നത്. അപ്പോൾ ഈ 60,000 പറയണത് എന്താണ്? ക്യാഷ് പ്രൈസ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? 4 കാറുകളാണുള്ളത്. ഒരു കാറിന് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 14,000 രൂപയാണ് ആക്ച്വൽ പ്രൈസ്. അതിൽ 60,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. അയാൾ എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു? ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അയാൾ കൊടുക്കണത് 15,000 രൂപ. ബാക്കി 15,000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? പേ ചെയ്യാം എന്നുള്ളതാണ് എഗ്രിമെൻ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ്? പി എന്ന് പറയണത് ഹയർ പർച്ചേസറാണ്. 4 കാറുകൾ അയാൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കാറിന് 14,000 രൂപയാണ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ്. പക്ഷെ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 4 കാറും കൂടി 60,000 രൂപയ്ക്കാണ്. 60,000 എന്നുള്ള ക്യാഷ് പ്രൈസിനാണ് പി പർച്ചേസ് ചെയ്യണത്. ദെൻ അതിലേക്ക് 15,000 രൂപ ഓൾറെഡി ഡൗൺ പേയ്മെൻ്റ് ആയി അടച്ചു. ഇനി എത്രയുണ്ട്? 45,000 രൂപ ബാക്കിയുണ്ട്. ആ 45,000 രൂപ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ 15,000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെൻ്റ് ആയി പേ ചെയ്യാം എന്നുള്ളതാണ് അവരുടെ എഗ്രിമെൻറ്റ്. ദെൻ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഉണ്ട്. ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണ്? 5% പെർ ആനം. ഒരു വർഷം 5% ഇൻട്രസ്റ്റ് റേറ്റ്. ഡിപ്രീസിയേഷൻ, ബയ്യർ എന്ന് പറയുന്നത് ആരാ? പി എന്ന് പറയുന്നത് ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ബയ്യർ എന്ന് പറയുന്ന പി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10%. ഈ 10% കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡ് പ്രകാരം? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ? സെയിം എമൗണ്ട് ആയിരിക്കും എല്ലാ വർഷവും, അല്ലേ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ആഫ്റ്റർ ഹാവിങ് പെയ്ഡ് ഡൗൺ പേയ്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ബയർ could not pay second installment and seller took possession of 3 cars. ശ്രദ്ധിക്കുക, ഡൗൺ പേയ്മെൻറ്റും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും ബയർ കൊടുത്തു, പി പേ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? പിക്ക് പറ്റിയില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ സെല്ലർ എന്ത് ചെയ്തു? ഹയർ വെൻഡർ എന്ത് ചെയ്തു? 3 കാറുകളുടെ പൊസഷൻ ഒരു എഗ്രീഡ് വാല്യൂവിൽ ടേക്ക് ബാക്ക് ചെയ്തു. 4 കാറുകളിൽ 3 കാറാണ് തിരിച്ചെടുത്തത്. ഒരു കാറ് ആരുടെ കയ്യിൽ തന്നെയുണ്ട്? പിയുടെ കയ്യിൽ തന്നെയുണ്ട്, അണ്ടർ ദി പൊസിഷൻ ഓഫ് പി. സോ അവിടെയാണ് എന്ത് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്? പാർഷ്യൽ റീപൊസിഷൻ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇനി ഈ ഹയർ വെൻഡർ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്? എഗ്രീഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിപ്രീസിയേഷൻസ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്.
ഹയർ വെൻഡറെ സംബന്ധിച്ച് ഡിപ്രീസിയേഷൻ എത്ര ശതമാനമാണ്? 20%. ഹയർ പർച്ചേസർക്ക് എത്രയായിരുന്നു? 10%. ഹയർ വെൻഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 20%. ആ 20% എന്ന് പറയുന്നത് ഏത് മെത്തേഡാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. മറ്റേത് എന്തായിരുന്നു? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡായിരുന്നു. ഇനി ആ ഒരു അസറ്റ് തിരിച്ച് 3 കാറുകൾ തിരിച്ചെടുത്തതിന് ശേഷം സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്? 1200 രൂപ അതിൻ്റെ റിപ്പയേഴ്സിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. ദെൻ അത് റീസെല് ചെയ്യുന്നു. എത്ര രൂപയ്ക്കാണ് റീസെല് ചെയ്യണത്? 35,000, 35,000 രൂപയ്ക്ക് റീസെല് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. 4 കാറുകൾ, ഒരു കാറിന് 14,000 രൂപ. അത് പക്ഷെ അത് എടുക്കുന്നത് 60,000 രൂപയ്ക്ക് 4 കാറും. അതിൽ ഡൗൺ പേയ്മെൻറ്റ് 15,000, ബാക്കി 45,000 3 ഇൻസ്റ്റാൾമെൻറ്റ്. അതിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റും ഡൗൺ പേയ്മെൻറ്റും പേ ചെയ്തു, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒരു സിറ്റുവേഷനിൽ ആ കാറ് ടേക്ക് ബാക്ക് ചെയ്യാണ്. എത്ര കാറുകൾ ടേക്ക് ബാക്ക് ചെയ്യുന്നുണ്ട്? 3 എണ്ണം. അതിന് 20% ഹയർ വെൻഡർ 20% റിട്ടേൺ ഡൗൺ വാല്യൂയിലും ഹയർ പർച്ചേസർ 10% സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലുമാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത്. ഈ വക കാര്യങ്ങളാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ പ്രോബ്ലമൊക്കെ വായിച്ചു, നമ്മൾ എന്താ എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ പിക്ചർ കിട്ടി. സോ സൊല്യൂഷൻ നമുക്കതിന് ആൻസർ ചെയ്യാം. ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ബൈ ദി സെല്ലർ. സെല്ലർ തിരിച്ചെടുക്കുന്ന അസറ്റിൻ്റെ വാല്യൂ, അതേപോലെ ബയ്യറുടെ കയ്യിൽ, പിയുടെ കയ്യിൽ ബാക്കി നിൽക്കുന്ന അസറ്റിൻ്റെ വാല്യൂ, അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ നോക്കണത്? നമ്പർ ഓഫ് കാർസ് ടേക്കൺ ബൈ ദി സെല്ലർ. സെല്ലർ തിരിച്ചെടുക്കുന്ന കാറുകളുടെ എണ്ണം. എത്ര കാറാണ് തിരിച്ചെടുക്കണത്? 3 കാറ് തിരിച്ചെടുക്കുന്നുണ്ട്. കോസ്റ്റ് പ്രൈസ്, ഒരു കാറിൻ്റെ പ്രൈസ് എത്രയാണ്? ഒരു കാറിന് 14,000 രൂപ. സോ 3 കാറിന് എത്ര രൂപയാണ്? 42,000. ദെൻ ഡിപ്രീസിയേഷൻ ലെസ് ഡിപ്രീസിയേഷൻ. എത്ര വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും. സെക്കൻഡ് ഇയറിൻ്റെ ലാസ്റ്റാണ് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കേണ്ടത്. ആ സമയത്താണ് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാതിരുന്നത്, അപ്പോഴാണത് ടേക്ക് ബാക്ക് ചെയ്യണത്. അപ്പോൾ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് സെല്ലറുടെ കാര്യമല്ലേ പറയണത്? അതെ. സെല്ലർ ഏത് രീതിയിലാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണത്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. എത്രയാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ? എത്ര %ആണ്? 20%. സോ കോസ്റ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുകയാണ്? ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയാണ്. ഫസ്റ്റ് ഇയറിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 42,000, 42,000 ഇൻറ്റു 20/100, 20%. എത്രയാണ്? 8,400 രൂപ. ഇനി രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോസ്റ്റ് പ്രൈസിൽ നിന്ന് 42,000 രൂപയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 8,400 എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ മീതെയാണ് സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സോ 33,600 ഇൻറ്റു 20/100 എത്രയാണ്? 66,720 രൂപ. സോ 42,000 എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസിൽ നിന്ന് 2 വർഷത്തെ ഡിപ്രീസിയേഷൻ ടോട്ടൽ ചെയ്യുമ്പോൾ 15,120 രൂപ കുറയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ സെല്ലർ ടേക്ക് ബാക്ക് ചെയ്യുന്ന അസറ്റിന് ഇപ്പോൾ എത്ര വാല്യൂ ഉള്ളത്? 26,880 അല്ലേ? 42,000 രൂപയായിരുന്നു. അതിൽ നിന്ന് 15,120 രൂപ ഡിപ്രീസിയേഷൻ പോയില്ലേ? ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 26,880. ഇനി നമ്മൾ നോക്കാൻ പോണത് ബയ്യറുടെ കയ്യിലൊരു കാറ് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതിൻ്റെ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ നമ്മൾ ഇനി നോക്കാൻ പോണത്. സോ നമ്പർ ഓഫ് കാർ ലെഫ്റ്റ് വിത്ത് ബയ്യർ എത്രയാണ്? 1. കോസ്റ്റ് പ്രൈസ് ഒരു കാറിന് എത്രയാണ്? 14,000. ഇനി ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ ബയ്യറെ സംബന്ധിച്ച് ബയ്യർ ഏത് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണത്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണത്. എത്ര %? 10%. സോ ഫസ്റ്റ് ഇയറിൽ 14,000 ഇൻറ്റു 10/100, 1,400. സെക്കൻഡ് ഇയറിലും സെയിം എമൗണ്ട്. കാരണം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 14,000 മീതെയാണ് കാണേണ്ടത്. 1,400. അപ്പോൾ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ ടോട്ടൽ ചെയ്ത്
കോസ്റ്റ് എന്ന് കുറയ്ക്കുമ്പോൾ എത്രയാണ്? 1100 രൂപയാണ് ഇനി ബയ്യറുടെ കയ്യിൽ, പിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഹയർ പർച്ചേസറുടെ കയ്യിൽ ബാക്കിയുള്ള അസറ്റിൻ്റെ വാല്യൂ. ഇപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പോർഷൻ ഈസ് ഓവർ. നമ്മുടെ എന്തായിരുന്നു ഫസ്റ്റ് പോർഷൻ? നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ബൈ ദി സെല്ലർ ആൻഡ് ദ വാല്യൂ ഓഫ് അസറ്റ് ലെഫ്റ്റ് വിത്ത് ദി ബയ്യർ. സെല്ലറുടെ കയ്യിൽ സെല്ലർ തിരിച്ചെടുത്ത റീപ്രോസസ് ചെയ്ത അസറ്റിൻ്റെ വാല്യൂ, ബയ്യറുടെ കയ്യിൽ ലെഫ്റ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് രണ്ടും നമ്മൾ ചെയ്തില്ലേ? സോ ദാറ്റ് പാർട്ട് ഈസ് ഓവർ. ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താ? ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആദ്യം ഇൻ ദ ബുക്സ് ഓഫ് പി എന്ന് പറയുന്നത് ആരാണ്? ഹയർ പർച്ചേസർ ആണ്. ഹയർ പർച്ചേസറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യാണ്. ആദ്യം ഏത് അക്കൗണ്ടാ? അസറ്റ് അക്കൗണ്ട്. ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യണത് അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ടിൽ ആദ്യം എന്ത് ചെയ്യുന്നു? അസറ്റ് പർച്ചേസ് ചെയ്യാണ്. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് അല്ലേ? അപ്പോൾ അസറ്റ് അക്കൗണ്ടിൽ എന്തെഴുതണം? ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്ന് എഴുതണം. എത്ര രൂപയാണ്? 56,000. ഇനി 56,000 എങ്ങനെയാണ് വന്നത്? 56,000 വന്നത് ഒരു കാറിന് എത്ര രൂപയാണ്? 14,000 രൂപയാണ് അല്ലേ? 14,000 രൂപയാണ് ഒരു കാറിന്. അങ്ങനെ എത്ര കാറാണ് വാങ്ങണത്? ഒരു കാറിന് 14,000 രൂപ. അങ്ങനെ എത്ര കാറുകൾ വാങ്ങുന്നുണ്ട്? 4 കാറുകൾ വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് വന്നിട്ടുള്ളത്? 56,000 രൂപ എന്നുള്ള കോസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹയർ വെൻഡർ അക്കൗണ്ടിൽ 56,000, ഒരു കാറിന് 14,000, 4 കാറിന് 56,000. ഇനി ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ബയ്യറെ സംബന്ധിച്ച് അയാൾ ഏത് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം നമ്മളിവിടെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രയായിരുന്നു? 1,400 എന്ന് കമ്പ്യൂട്ട് ചെയ്തിട്ടില്ലേ? സോ ഡിപ്രീസിയേഷൻ 1,400 രൂപ വീതം 4 കാറിന്. ആദ്യത്തെ വർഷം അയാളുടെ കയ്യിലല്ലേ, ഫസ്റ്റ് ഇയറിലല്ലേ നമ്മൾ നോക്കണത്. അപ്പോൾ ആദ്യത്തെ വർഷം അയാളുടെ കയ്യിലായിരുന്നില്ലേ? അപ്പോൾ 4 കാറുകളുടെയും ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നു. എത്രയാണ്? 1,400 × 4 56,000. 5,600. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഇയർ അവിടെ ബാലൻസ് ചെയ്യാണ്. സോ ബാലൻസ് ക്യാരി ഡൗൺ 50,400 വരുന്നു. അത് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇയറിലും ഡിപ്രീസിയേഷൻ ഉണ്ട് ഇല്ലേ? ഉണ്ട്. നെക്സ്റ്റ് ഇയറിൽ എത്രയാണ് ഡിപ്രീസിയേഷൻ? 5,600 രൂപ തന്നെ. കാരണം 1,400 × 4. ഇനി എന്താ സംഭവിച്ചത് അവിടെ? ഹയർ സെല്ലർ അല്ലെങ്കിൽ ഹയർ വെൻഡർ അസറ്റുകൾ ടേക്ക് ബാക്ക് ചെയ്തു. എത്ര രൂപയ്ക്കാണ് ടേക്ക് ബാക്ക് ചെയ്തിട്ടുള്ളത്? 26,880. 26,880 റുപ്പീസ്. നമ്മൾ ആ ഒരു എമൗണ്ട് എവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? ഇത് അവിടെ കണ്ടുപിടിച്ചില്ലേ? ഈ എമൗണ്ടാണ് നമ്മളവിടെ പറയണത്. അതായത് 3 കാറുകൾ തിരിച്ചെടുത്തു, പാർഷ്യലി റീപ്രോസസ് ചെയ്തു. എത്ര കാറുകൾ? 3 കാറുകൾ. അതിൻ്റെ എമൗണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. അസറ്റ് റീപ്രോസസ് ചെയ്യുമ്പോൾ, ഗുഡ്സ് റീപ്രോസസ് ചെയ്യുമ്പോഴത്തെ എൻട്രി. സോ ബൈ ഹയർ വെൻഡർ അക്കൗണ്ട് 26,880. ഇനി എത്ര എമൗണ്ട്, ഒരു കാറ് ആരുടെ കയ്യിൽ ബാക്കിയുണ്ട്? പിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഹയർ പർച്ചേസറുടെ കയ്യിൽ ബാക്കിയുണ്ട്. അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 11,200 രൂപ. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 5,600 രൂപ. രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ 5,600 രൂപ. നമ്മുടെ ഹയർ സെല്ലർ അല്ലെങ്കിൽ ഹയർ വെൻഡർ തിരിച്ചെടുത്ത ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയണത് എത്രയാണ്? 26,880 രൂപ. ഇനി ഇയാളുടെ കയ്യിൽ, പിയുടെ കയ്യിൽ ബാക്കി നിൽക്കുന്ന അസറ്റിൻ്റെ വാല്യൂ 11,200 രൂപ. ഇനി അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗറാണ് ഈ 6,720 എന്ന് പറയണത്. അതിനെയാണ് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ വർഷം ഡിപ്രീസിയേഷൻ ഉണ്ട്. അസറ്റുകൾ ടേക്ക് ബാക്ക് ചെയ്യുമ്പോഴത്തെ ജേണൽ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. ദെൻ ഇത് ആരുടെ കയ്യിൽ ബാക്കിയുള്ള അസറ്റിൻ്റെ വാല്യൂ ആണ്? ഹയർ പർച്ചേസറുടെ കയ്യിൽ ബാക്കിയുള്ള അസറ്റ്. സോ ആ ഒരു
ആ ഒരു അക്കൗണ്ട് എന്ത് ചെയ്തു, അവിടെ നമ്മൾ ക്ലോസ് ചെയ്തു, അസറ്റ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി രണ്ടാമത് നമ്മൾ നോക്കാൻ പോണത് എന്താണ്, ഹയർ വെൻഡർ അക്കൗണ്ട്. പിയുടെ ബുക്കിൽ ഹയർ വെൻഡർ അക്കൗണ്ടിൽ എന്താ വരിക, ഹയർ വെൻഡർ അക്കൗണ്ടിൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അല്ലേ. അപ്പോൾ ഹയർ വെൻഡർ അക്കൗണ്ടിൽ എന്ത് വരും, ബൈ അസറ്റ് വാങ്ങുന്ന ജേണൽ എൻട്രി, അസറ്റ് വാങ്ങി എത്ര രൂപയ്ക്ക്, 56,000 രൂപയ്ക്ക്. ഇനി എന്ത് ചെയ്തു, അതിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജാ, 5% ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. 56,000 രൂപയുടെ 5%. പിന്നെ ആ ഇയർ എന്ത് കൊടുത്തു, നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു 15,000, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു 15,000. സോ ഫസ്റ്റ് ഇയർ എന്ത് ചെയ്യാണ്, ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗറാണ് 28,050 രൂപ. ട്രക്ക് പർച്ചേസ് ചെയ്യുന്നു ആദ്യം 56,000, ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണു 15,000, ഇൻട്രസ്റ്റ് ഡ്യൂ ആവണു 2,050, ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നു 15,000. ആ ഒരു ഫസ്റ്റ് ഇയർ എന്ത് ചെയ്യാണ്, കുഴപ്പമൊന്നുമില്ല, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു 28,050 രൂപ. നെക്സ്റ്റ് ഇയറിലേക്ക് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വർഷം എന്താ സംഭവിക്കുന്നത്, ഇതേപോലെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ടിൻ്റെ മീതെ 5%, 1,403 രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നുണ്ട് അവിടെ, ഇല്ല. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിൽ ഹയർ പർച്ചേസർ എന്ത് ചെയ്യാണ്, ഫെയിൽ ആവുകയാണ്, ഡിഫോൾട്ട് കമ്മിറ്റ് ചെയ്തു. സോ ഹയർ വെൻഡർ എന്ത് ചെയ്തു, അസറ്റ് തിരിച്ചെടുത്തു. അസറ്റ് തിരിച്ചെടുക്കുമ്പോൾ ജേണൽ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. അതുകൊണ്ടാണ് ഹയർ വെൻഡർ അക്കൗണ്ടിൽ എന്ത് വന്നിട്ടുള്ളത്, ടു ട്രക്ക് എന്ന് വന്നിട്ടുള്ളത്, ടു അസറ്റ്. എത്ര രൂപയ്ക്കാണ് തിരിച്ചെടുത്തിട്ടുള്ളത്, 26,880 രൂപയ്ക്ക്. ഓക്കെ. സോ ആ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യാണ്, ബാലൻസ് ബ്രോഡ് ഓൺ 28,050 രൂപ, ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളത് 14,403 രൂപ. ട്രക്ക് അക്കൗണ്ട്, അതായത് തിരിച്ചെടുക്കുന്ന അസറ്റുകളുടെ വാല്യൂ 26,880 രൂപ. ബാലൻസ് ക്യാരി ഡൗൺ 2,573 രൂപ. സോ ഹയർ വെൻഡർ അക്കൗണ്ടും ക്ലോസ് ചെയ്തു. ദെൻ ഇപ്പോൾ പിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് തീർന്നു. പിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്താ ഉള്ളത്, അസറ്റ് അക്കൗണ്ടും ഉണ്ട്, ഹയർ വെൻഡർ അക്കൗണ്ടും ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ വെൻഡർ. ഹയർ വെൻഡർ മീൻസ് സെല്ലറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് നമ്മൾ നോക്കണത്. സെല്ലറെ സംബന്ധിച്ച് സെല്ല് ചെയ്യുമ്പോൾ, അതായത് സെല്ലറെ സംബന്ധിച്ച് പിയുടെ അക്കൗണ്ട് വേണം, ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ടും നമുക്ക് വരയ്ക്കണം, 2 ലെഡ്ജേഴ്സ്. പിയുടെ ബുക്കിൽ പി എന്താണ്, ബയ്യറാണ്, പർച്ചേസറാണ്. സോ ഇയാളെ സംബന്ധിച്ച്, അതായത് ഹയർ വെൻഡറെ സംബന്ധിച്ച് അവർ സെല്ല് ചെയ്യാണ്. സോ അവരുടെ ജേണൽ എൻട്രി എന്താ, ആർക്കാ സെല്ല് ചെയ്യണത് ആർക്കാ, പിക്ക്. അപ്പോൾ പീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ് അല്ലേ വരിക. സോ പിയുടെ അക്കൗണ്ടിൽ എന്തെഴുതുന്നു, ടു ഹയർ സെയിൽസ് അക്കൗണ്ട്. എത്ര രൂപയാണ്, 56,000. ദെൻ ഡൗൺ പേയ്മെൻറ്റ് എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യാണ്. ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു, ആരുടെ കയ്യിൽ നിന്നാണ് റിസീവ് ചെയ്യണത്, പിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ പിയുടെ അക്കൗണ്ടിൽ എന്താ വരിക, ബൈ ക്യാഷ് അക്കൗണ്ട്, ഡൗൺ പേയ്മെൻറ്റ് 15,000. അതേപോലെ ഇൻട്രസ്റ്റ് എന്താവുന്നുണ്ട്, ഡ്യൂ ആവുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക, പീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്താ, പിയുടെ അക്കൗണ്ടിൽ എവിടെ ഇൻട്രസ്റ്റ് കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. എത്രയാണ്, 2,050 രൂപ. ഇപ്പോൾ അസറ്റ് സെയിൽ ചെയ്തത്, ഡൗൺ പേയ്മെൻറ്റ് കിട്ടിയത്, ഇൻട്രസ്റ്റ് ഡ്യൂ ആയത്. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ ആസ് സിമിലർ ടു ഡൗൺ പേയ്മെൻറ്റ് എന്താണ്, പീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പീസ് അക്കൗണ്ട്. സോ ജേണൽ എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട്, ഡൗൺ പേയ്മെൻറ്റ് കിട്ടുകയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുകയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പീസ് അക്കൗണ്ട്. അപ്പോൾ പിയുടെ അക്കൗണ്ടിൽ എന്താ എഴുതുക, ബൈ ക്യാഷ് അക്കൗണ്ട് 15,000. സോ ഫസ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഇയർ നമ്മൾ ബാലൻസ് ചെയ്യാണ്. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്, 28,050 രൂപ. ഇനി അത് സെക്കൻഡ് ഇയറിലേക്ക് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്തു, നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തു. സോ സെക്കൻഡ് ഇയറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട് 1,403 രൂപ. പക്ഷേ
സെക്കൻഡ് ഇയറിൽ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നുണ്ടോ? പി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹയർ വെൻഡർ ഗുഡ്സ് ടേക്ക് ബാക്ക് ചെയ്യുന്നുണ്ട്. ഹയർ വെൻഡർ ഗുഡ്സ് ടേക്ക് ബാക്ക് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു പീസ് അക്കൗണ്ട്. സോ പിയുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക? ബൈ ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട്. എത്ര രൂപയ്ക്കാണ് തിരിച്ചെടുക്കണത്? 26,880 രൂപയ്ക്ക്. സോ ആ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യാണ്? ബാലൻസ് ചെയ്യാണ് 2,573 രൂപ. ഇനി നമ്മൾ എന്ത് അക്കൗണ്ടാണ് ഇനി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട്. ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ടിൽ എന്താ ജേണൽ എൻട്രി? ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ടിൽ തിരിച്ചെടുക്കുന്ന ഗുഡ്, പിയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുന്ന ഗുഡ്സാണ് ടു പീസ് അക്കൗണ്ട്. എത്രയാണ്? 26,880. ഇനി അതിന് എത്ര പൈസ അയാൾ ചിലവാക്കി? റിപ്പയേഴ്സിന് 1,200 രൂപ ചിലവാക്കി. അപ്പോൾ ജേണൽ എൻട്രി എന്താ? ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, റിപ്പയേഴ്സിൻ്റെ ചാർജ്. സോ ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ടിൽ എങ്ങനെ കാണിക്കുന്നു? ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ 1,200 രൂപ കാണിക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു അക്കൗണ്ട് ആ ഒരു അസറ്റ് എന്ത് ചെയ്യാണ്? സെയിൽ ചെയ്യാണ്. തിരിച്ചെടുത്ത 26,880 രൂപയ്ക്ക് നമ്മൾ തിരിച്ചെടുത്തിട്ടുള്ള ആ 3 കാറുകൾ എന്ത് ചെയ്തു? സെല്ല് ചെയ്തു, റീസെല്ല് ചെയ്തു. ആ റീസെല്ല് ചെയ്യണത് എത്ര രൂപയ്ക്കാണ്? 35,000 രൂപയ്ക്കാണ്. സോ 35,000 രൂപയ്ക്ക് റീസെല്ല് ചെയ്തു എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി സെല്ല് ചെയ്യുമ്പോൾ എന്ത് കിട്ടണു? ക്യാഷ് കിട്ടണു. സോ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട്. അപ്പോൾ ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ 35,000. സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ പാർഷ്യൽ റീപോസഷൻ്റെ പ്രോബ്ലം അവിടെ തീരുകയാണ്. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഹയർ സെല്ലറുടെയും ഹയർ പർച്ചേസറുടെയും കയ്യിൽ ഇനി ബാക്കിയില്ല, അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ അസറ്റുകളുടെ വാല്യൂ കണ്ടുപിടിച്ചു ഇവിടെ. ദെൻ ആ വാല്യൂ കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ജേണൽ എൻട്രി നമുക്കറിയാം, നമ്മൾ പഠിച്ചാൽ തന്നെയാണ് ജേണൽ എൻട്രി മനസ്സിലാവൂട്ടോ കുട്ടികളെ. അത് നന്നായി പഠിക്കണം. ജേണൽ എൻട്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഡ്ജേഴ്സ് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സോ സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ജേണൽ എൻട്രി നിങ്ങൾ മനസ്സിരുത്തി പഠിക്കാത്തതുകൊണ്ടാണ്. സോ ജേണൽ എൻട്രി തറായി പഠിക്കുക. അത് കഴിഞ്ഞ് ഈ ഒരു പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ, വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻ ദ ബുക്സ് ഓഫ് പി, അതായത് ഹയർ പർച്ചേസറുടെ ബുക്കിൽ ഏത് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്? ഹയർ വെൻഡറും അസറ്റും. ഇനി ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ, ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആരുടെ അക്കൗണ്ട്സ് ഒക്കെയാണ് വരയ്ക്കേണ്ടത്? പിയുടെ അക്കൗണ്ട് വരയ്ക്കണം, ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് വരയ്ക്കണം. ഇനി വേണമെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു P&L അക്കൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു അക്കൗണ്ട് കൂടി വരയ്ക്കാൻ വേണമെങ്കിൽ നിർബന്ധമില്ല, ഒരു ലെഡ്ജർ കൂടി വേണമെങ്കിൽ വരയ്ക്കാം. പക്ഷേ ഇറ്റ്സ് നോട്ട് കമ്പൽസറി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ പറയണത്. ഇതോട് കൂടിയിട്ട് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.